എല്ലാം നഷ്ടപ്പെട്ട് ചങ്ക് പിളർന്നു പോയ ഒരു മനുഷ്യൻ, എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ തൂണുകൾ ഒന്നൊന്നായി പിളർന്ന് അത് തകർന്ന് ചങ്ക് പിളർന്ന് കരഞ്ഞ ഒരു മനുഷ്യൻ. അവനോട് ദൈവം ചോദിച്ചത് ഇതായിരുന്നു: നീ എന്നെ ഉപേക്ഷിക്കുമോ എന്ന്. അവൻ പറഞ്ഞില്ല. എനിക്കെന്ത് കിട്ടി? അവൻ ചോദിച്ചില്ല. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? പകരം അവൻ പറഞ്ഞു: കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്. ജോബ് 1-ാം അധ്യായം 21-ാം തിരുവചനം. ഇതാണ് ആരാധന. ഇങ്ങനെയാണ് ദൈവത്തോടുള്ള ആരാധന ജോബിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നത്. സമ്പത്ത് ഉള്ളപ്പോൾ മാത്രമല്ല, സൗഖ്യമുള്ളപ്പോൾ മാത്രമല്ല, കൈകളിൽ ഒന്നുമില്ലാതെ ആയപ്പോഴും ഹൃദയം തകർന്നപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജോബിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആരാധന. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വേദന തീരുന്നില്ല. പക്ഷേ അവൻ്റെ വിശ്വാസം സ്വർഗത്തിൽ സാക്ഷ്യമായി തീർന്നു. ദൈവമെല്ലാം അവന് തിരിച്ചു കൊടുത്തത് ജോബിൻ്റെ നിലവിളിയിലൂടെയല്ല, അവൻ്റെ ആരാധനയിലൂടെ ആയിരുന്നു, അവൻ്റെ പ്രാർത്ഥനയിലൂടെ ആയിരുന്നു. ഇന്ന് നീയെല്ലാം നഷ്ടപ്പെട്ട നിലയിലായിരിക്കാം, ഹൃദയം പൊട്ടിപ്പോയിരിക്കാം, ഉത്തരങ്ങൾ ഇല്ലാതെ ആയിരിക്കാം. എന്നാലും ദൈവം നിനക്ക് സമീപമാണ്. എന്തെന്നാൽ ഹൃദയം നുറുങ്ങുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനം 34:18. നഷ്ടത്തിൻ്റെ നടുവിൽ ഉയരുന്ന നിന്റെ ആരാധന നാളെ ദൈവത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ തുടക്കമായേക്കും. വേദനയോടുകൂടെ ആരാധിക്കുമ്പോൾ സ്വർഗം നിശബ്ദമാവില്ലേ പ്രിയപ്പെട്ടവരെ? ആമേ എന്ന പ്രാർത്ഥനയോടെ